ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സെർവർ മൈൻക്രാഫ്റ്റ് സെർവർ വേൾഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ബേസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിനി. അപ്പോൾ ഞാനൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മളെ ബേസ്. അത് കുറേ ഒരു അരമണിക്കൂറിൻ്റെ പണിയുണ്ട് ഇനി ഒരു ബേസ് ഉണ്ടാക്കി തീർക്കാൻ. അരമണിക്കൂർ കിട്ടും. ഹലോ, ഇതാണ് നമ്മൾ ഗൈസ് ബേസ്. ഇതാണ് നമ്മളെ ബേസ് ഗൈസ്. രണ്ട് വാതിലുണ്ട്, മുന്നിൽ ബാക്കും തുറന്ന് കയറാം. ഇനി ഗൈസ് നമ്മൾ ഇതിൻ്റെ ഈ തറ ഉണ്ടാക്കാനും വേണ്ടി നല്ല പണിയെടുത്തിക്കണേ. അപ്പം നമ്മൾ തറ ഉണ്ടാക്കാനും വേണ്ടി ഞാൻ ഈ സ്റ്റോണിന് തന്നെ ഇത്രയും ഏരിയ കുഴിച്ചെടുത്തിക്കണേ. എന്നിട്ട് സ്മെൽറ്റ് ചെയ്തു. കോളൊക്കെ ഇവിടുന്ന് ഓരോന്ന് കിട്ടി. ഇതാക്കണ ഈ ഓട്ട അണ്ണൊക്കെ അവിടെ നിന്നൊക്കെ ഞാൻ കോൾ എടുത്താണ്. അപ്പം ഞാൻ അത്രയും ഏരിയ ഒക്കെ എടുത്തുകൊണ്ട് സ്മെൽറ്റ് ചെയ്ത് സ്റ്റോണാക്കി. അതിനെയാണ് അങ്ങനെ ആക്കിയാണ്ട് ഉണ്ടാക്കിയത് ഗൈസ്. പിന്നെ നമുക്ക് നെതർ പോർട്ടലിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് അയൺ നഗറ്റ് ഇട്ടിനി. ഞാൻ അയൺ ഇങ്കറ്റ് ആക്കിയാണ്ട് ഒരു ഷീൽഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ആ സ്റ്റോണ് മൈൻ ചെയ്യുന്ന അടിയിൽ 2 അയൺ കിട്ടി. ആ അയണൊക്കെ ഞാൻ എൻ്റെ പുതിയ ഫ്രണ്ട് കുതിരയുണ്ട്, ആ കുതിരക്ക് ഒരു സാഡൽ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഒരു അയണിൻ്റെ ബേസിലുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ആ കുതിരക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കുക ഗൈസ്. ചെയ്തു ഉള്ളിലാണെങ്കിൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ കുതിര. അതിന് പറ്റിയ പേര് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതാണ് എൻ്റെ റൂമല്ല, ബെഡൊക്കെ അല്ലേ. പിന്നെ ഇവിടെ നമ്മളെ സ്റ്റോറേജ് ഏരിയ. വീഡിയോ ഇടാൻ നേരമായി ഇതിൻ്റെ ആയിരിക്കണം. പിന്നെ അടിയിലൊരു സ്ഥലം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതാ ഇവിടെ മൈനിങ് ഏരിയ കുറച്ചുകൂടി ഉണ്ടാക്കാണ്ട്. ഞാൻ ഇപ്പം നേരത്തെ പണി തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ നമ്മൾ ആ ഭാഗത്തു നിന്നൊക്കെയാണ് വുഡ് കളക്ട് ചെയ്തിരുന്നത്. ഇതാ ഇവിടുന്ന് ഈ വുഡും പിന്നെ ഓക്ക് അവിടുന്ന് ചെറിയ ബ്ലോക്ക് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ എടുത്തത്. നൈറ്റ് ആയിട്ടില്ല ഗൈസ്. നൈറ്റായി കഴിക്കണമെങ്കിൽ സുഖം. കടന്നുറങ്ങി നീച്ചുമ്പോഴത്തേന് മഴ പോയി. പിന്നെ നമ്മൾ ഈ അടിഭാഗത്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് ആവശ്യമെല്ലാം ഉണ്ടാക്കാതെ എന്തെങ്കിലും സീക്രട്ട് ഏരിയ അതോ എൻചാൻറ്റിങ് ടേബിളിൻ്റെ ഏരിയ അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും, നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ കുതിര ഉണ്ടോ, കുതിരക്ക് സ്പീഡൊക്കെ ഉണ്ട് കണ്ടോ. ചിലപ്പോൾ ഇവിടുന്ന് ഇവിടെ വരാൻ വേണ്ടി വരാണ്ടോ, സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ചാടാൻ വയ്ക്കുക കണ്ടോ, ചാടത്രേ ഉള്ളൂ. സ്പീഡൊക്കെ നല്ല സ്പീഡൊക്കെ ഉണ്ട്. കുന്നൊക്കെ അങ്ങനെ ഇടിഞ്ഞ് ചാടി പോണ ഒരു അടിപൊളിയാണ്. പെരുമഴയാണ് ഗൈസ്. പുറത്തൊക്കെ ഇറങ്ങിയാണ്ട് റൈഡ് ചെയ്യും. പിന്നെ നമുക്ക് ഫുഡിൻ്റെ അവസ്ഥ പറ്റ കുറവാണ്. അപ്പോൾ ഗൈസ് ഫുഡിൻ്റെ അവസ്ഥ പറ്റ കുറവാണ്. നമ്മൾ ഒരിടത്തിൽ ജന്തുക്കളൊക്കെ തച്ച് കൊന്ന് തിന്നലാണ് ഗൈസ്. രാത്രിയായി. അപ്പം നമ്മൾ നാളെ ഞാൻ കുതിരനെയും കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങണം. ഇറങ്ങാം ഗൈസ്. നേരം വിളിക്കും. അതേ പുറത്തെന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാക്കണ്ടേ, എന്നിട്ട് ഇറങ്ങിയല്ല മെച്ചം. പറയാൻ പറ്റില്ല ഗൈസ്. സ്കെൽട്ടൻസ് ഒക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടാവും. ഒരട്ടെന്നെ കൊല്ലാൻ നോക്കിയത്. എൻ്റെ അടുത്ത് ഷീൽഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഗൈസ് നമ്മൾ ഈ മരം ഇവിടുന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ ഓക്കുമരം എന്തൊക്കെ ഇവിടുന്ന് എടുത്തല്ല, നമ്മൾ അവിടെ നിന്നൊക്കെ എടുക്കും. ആ കാട് നിന്നൊക്കെ എടുക്കും. ചെറിയ മരങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുക്കല് അധികം. കുതിരൻ്റെ റൈഡ് ചെയ്തൊക്കെ ഗൈസ് നമുക്ക്. ഇത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ സ്പീഡ് എങ്ങനെ ഉണ്ടെന്ന്.
പെര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ ഗൈസ്. പുറത്ത് കയറുക. അപ്പോൾ ഗൈസ് നമുക്ക് കുതിരനെ നോട്ടി വെക്കാം. അവിടെ പെട്ടെന്ന് പോകാൻ അല്ലെങ്കിൽ ഹെൽത്തോടെ ഉണ്ടോ. സ്പീഡൊക്കെ അത്യാവശ്യത്തിനുണ്ട് ഗൈസ്. ഉണ്ടോ സ്പീഡൊക്കെ ഉണ്ട്. പക്ഷെ തീരെ ഹൈറ്റിൽ ചാടാൻ പറ്റില്ല. അത്രക്ക് ഹൈറ്റിൽ ചാടാൻ പറ്റില്ല. പഠിച്ചാണ് ലാവാ പൂൾക്ക് ഇപ്പം ചാടീനി. പിന്നെ നമ്മൾ വേറെ കാര്യമുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ലാവാ പൂൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് നെതറ് ഒബ്സിഡി എടുക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നെതർ പോർട്ടിലും ഇല്ല. അപ്പോൾ അത്രയും കുഴപ്പമില്ല. അത്രയും ലാഭമായി. പിന്നെ നമ്മൾ കുറേ റൈഡ് ചെയ്ത് നോക്കി. ഇതിൽ കൂടെ ഒക്കെ ഒന്ന് പോയോക്കി. ചുറ്റിനൊക്കെ പോയോക്കി. എവിടെയും ഇതില്ല. വില്ലേജ് ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഗൈസ് അപ്പം നാളത്തെ ഗോൾ എന്ന് ചോദിച്ചാൽ ചിലപ്പെങ്കിൽ അയണാവണം. മൊത്തമായിട്ട് അയണാവണം. അല്ലെങ്കിൽ ഈ കുതിരക്കായിട്ടൊരു വീട് ഉണ്ടാക്കി കൊടുക്കണം. അതേ കാരണം ഞാൻ നാളെ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.